അത്തോളിയുള്ള എല്ലാവരും ഒരുവിധ ആളുകൾക്കൊക്കെ എന്റെ നമ്പർ ഉണ്ട്. അപ്പൊ ഇപ്പൊ ആരും ഫോറസ്റ്റിലേക്കൊന്നും വിളിക്കില്ല, നേരെ തന്നെ എന്നെ വിളിക്കും. പാമ്പുകളെ നമ്മളെ ഫോറസ്റ്റില് കക്കയത്തേക്കോ അല്ലെങ്കിൽ താമരശ്ശേരിക്ക് അറിയിക്കും. കക്കയത്ത് നിന്ന് അവര് വരും, 2-3 എണ്ണൊക്കെ ആകുമ്പോൾ അവര് വന്നിട്ട് അവര് കൊണ്ടുപോയിക്കും. ഒക്കെ ഒരു ജനസേവനത്തിന്റെ ഭാഗം തന്നെയല്ലേ. നമസ്കാരം. ഇപ്പോൾ ചൂട് വല്ലാതെ കൂടുതലാണ്. ഈ ചൂട് കൂടുന്നതനുസരിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഈ ഇഴജന്തുക്കളുടെ ആക്രമണവും പാമ്പ് കടിയേറ്റു മരിച്ചു എന്നുള്ള വാർത്തകളും ഒക്കെ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. ഈ ഒരു സമയത്ത് മറുനാടൻ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട് ജില്ലയിലെ അത്തോളി പഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സന്ദീപ് ഏട്ടനെയാണ്. അദ്ദേഹത്തിന് പറയാനുള്ളത്, വൈസ് പ്രസിഡന്റ് ആയതിനു ശേഷം പാമ്പ് പിടിക്കാൻ ഇറങ്ങിയ ഒരു കഥയാണ് അല്ലേ. അത് എങ്ങനെയാണ് അതായത് ഞാൻ ചോദിക്കുകയാണ്, പണ്ടേ പാമ്പ് പിടിക്കുന്നത് വൈസ് പ്രസിഡന്റ് ആയതിനു ശേഷമാണ് ഈ പാമ്പ് പിടിക്കാൻ? 2020 വൈസ് പ്രസിഡന്റ് ആയ ആ സമയത്ത് മുതലാണ് തുടങ്ങിയത്, പാമ്പ് പിടിക്കാൻ തുടങ്ങിയത്. അതെങ്ങനെയാണ് ആ കഥ എന്ന് പറയുന്നത്? നമ്മള് മെമ്പർ 2010 ആദ്യമായിട്ട് മെമ്പർ ആവുന്നത്. മെമ്പറായ സമയത്തൊക്കെ തന്നെ നമ്മളെ വീടുകളിലൊക്കെ പാമ്പൊക്കെ വന്നാല് സ്വാഭാവികമായിട്ടും അടുത്ത മെമ്പർ ആണ് വിളിക്കുക, പെട്ടെന്ന് വിളിക്കുക. അപ്പൊ നമ്മളാണ് ഫോറസ്റ്റിലേക്കും ഒക്കെ വിളിച്ചിട്ടാണ് ആൾക്കാരെ വരുത്തുക. അപ്പൊ നമ്മള് പോയാൽ ആ വീട്ടിൽ നിന്നാല് ചിലപ്പോൾ ഫോറസ്റ്റുകാർ വരെ 2-3-4 മണിക്കൂർ, ചിലപ്പോൾ രാവിലെ പോയ ഉച്ച വരെ ഒക്കെ അവരെ കാത്ത് നിൽക്കേണ്ട ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരുപാട് സമയം അങ്ങനെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാന്നുള്ള ചിന്തയിലാണ് നമ്മള് താമരശ്ശേരി ഫോറസ്റ്റ് ഓഫീസിൽ ട്രെയിനിങ് കഴിയും. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങുന്നത്. ഈ പാമ്പിനെ പിടിക്കാൻ പ്രത്യേകം ട്രെയിനിങ് ഒക്കെ ഉണ്ട്. നമ്മളെ താമരശ്ശേരി ട്രെയിനിങ് നൽകുന്നത് സർക്കാർ തന്നെ നൽകുന്ന ട്രെയിനിങ് ആണ്. അത് ഒരു ദിവസം നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ആയിട്ട് പാമ്പിനെ പറ്റിയും അതിന്റെ ഏതൊക്കെയാണ് വിഷമുള്ള പാമ്പ്, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തിരിച്ചറിയാനൊക്കെ പഠിപ്പിക്കും. പിന്നെ പഠിക്കുന്ന രീതി പഠിപ്പിക്കും. പിന്നെ അതിനുശേഷം പ്രാക്ടിക്കലായിട്ട് നമ്മളെ പാമ്പിനെ തന്നെ പിടിപ്പിച്ച് ഒരു 5 പാമ്പിനെങ്കിലും അവിടുന്ന് നമ്മൾ പിടിച്ച് കാണിച്ചു കൊടുത്തിട്ട് അതിലെന്തെങ്കിലും കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് തരും. അങ്ങനെ സർട്ടിഫിക്കറ്റ് ഉണ്ട് പാമ്പിനെ പിടിക്കാനുണ്ട്. എന്നിട്ട് പിന്നെ അപ്പൊ ഞാൻ ചോദിക്കുന്ന, ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ ജോലിയോ അതേസമയം തന്നെ ഈ പാമ്പിനെ പിടിക്കാനുള്ള ജോലി, അപ്പൊ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? അതൊന്നുമില്ല, നമ്മള് പഞ്ചായത്തിലുള്ള സമയത്തൊക്കെ ഓരോരുത്തർ വിളിക്കുക, അപ്പം പോവും, നമ്മൾ പിടിക്കും. മടിയൊന്നും തോന്നിയിട്ടില്ല? അതൊന്നുമില്ല, ഒക്കെ ഒരു ജനസേവനത്തിന്റെ ഭാഗം തന്നെയല്ലേ. അപ്പൊ നാട്ടുകാർക്ക് ഒരു വലിയ ആശ്വാസമുണ്ട്, ചുറ്റുവട്ടത്ത് തന്നെ ഇങ്ങനെ അതെ. ഇപ്പൊ പൊതുവെ അത്തോളിയുള്ള എല്ലാവരും ഒരുവിധ ആളുകൾക്കൊക്കെ എന്റെ നമ്പർ ഉണ്ട്. അപ്പൊ ഇപ്പൊ ആരും ഫോറസ്റ്റിലേക്കൊന്നും വിളിക്കില്ല, നേരെ തന്നെ എന്നെ വിളിക്കും. എന്നിട്ട് ഈ പാമ്പുകളെ പിടിക്കുന്ന നമ്മൾ എന്താ ചെയ്യുന്നത്? പാമ്പുകളെ നമ്മളെ ഫോറസ്റ്റില് കക്കയത്തേക്കോ അല്ലെങ്കിൽ താമരശ്ശേരിക്ക് അറിയിക്കും. കക്കയത്ത് നിന്ന് അവര് വരും, 2-3 എണ്ണൊക്കെ ആകുമ്പോൾ അവര് വന്നിട്ട് അവര് കൊണ്ടുപോയിക്കും. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മുടെ ഈ ഒരു ഇത്രയും കാലം, ഇപ്പൊ 2020 ആദ്യമായിട്ട് പാമ്പിനെ പിടിച്ചു തുടങ്ങുന്നതെന്ന് പറഞ്ഞു, 26 ഇത്രയും കാലത്തിനിടയിൽ ഇപ്പൊ എത്ര പാമ്പുകളെ പിടിച്ചിട്ടുണ്ടായി? 500ഓളം പാമ്പുകൾ പിടിച്ചു. 500ഓളം പാമ്പുകളെ പിടിച്ചു. ഇപ്പോഴും പിടിക്കാറുണ്ട്? ഇപ്പോഴും പ്രത്യേകിച്ച് ഈ ഒരു വേനൽക്കാലത്ത് പാമ്പുകളുടെ കൂടുതലാണ്. അപ്പൊ ദിവസം 2-3 കേസുകളൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടി. ഇന്നും പിടിച്ചിട്ടുണ്ട്. അപ്പൊ സന്ദീപ് ഏട്ടൻ ഇന്നും പാമ്പിനെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഇപ്പൊ നിലവിൽ പഞ്ചായത്ത് മെമ്പർ അല്ല അല്ലെ? 2020-25 കാലഘട്ടത്തില്, പിന്നെ 10-15 അങ്ങനെ 10 വർഷം. അപ്പൊ ഈ ഒരു ജനസേവനം, ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ പറയുന്ന പഴയതുപോലെയല്ല, ഇപ്പൊ ആളുകൾ ഈ ഒരു പാമ്പുകൾ എന്ന് പറയുമ്പോൾ വല്ലാതെ പേടിയുള്ള ഒരു സമയം കൂടിയാണ് അല്ല. ഇപ്പൊ ജനങ്ങളോട് എന്താ പറയാനുള്ളത്, എന്താ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളതാണ്? നമ്മുടെ വീടും പരിസരമൊക്കെ നല്ല വൃത്തിയായി സൂക്ഷിക്കുക. നമ്മള് ലൈറ്റ് ഒന്നും ഇല്ലാതെ പുറമേക്ക് ഇറങ്ങാത്ത ഈ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് വേനല് കടുത്ത സാഹചര്യത്തിൽ ലൈറ്റൊന്നും ഇല്ലാതെ പുറമേക്ക് ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. പിന്നെ നമ്മുടെ വീടുകളിലെ അകങ്ങളൊക്കെ ഒരു കണ്ടമാന സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടാലൊക്കെ വല്ലാണ്ട് പാമ്പ് വരാനുള്ള സാഹചര്യം. ഞാൻ താമസിക്കുന്നത് എന്റെ വീടിന്റെ മുകളിലത്തെ നിലയിലാണ്. ഈ മുകളിലത്തെ നിലയിലേക്ക് പാമ്പ് കഴിഞ്ഞ ആഴ്ച അത്തോളിൽ നിന്ന് പിടിച്ച മുകളില് ഒരു വീടിന്റെ അപ്സ്റ്റേറില് ബെഡ്റൂമിൽ നിന്ന്. ഞാൻ ചൂടൊക്കെ ആകുമ്പോൾ ജനലൊക്കെ തുറന്നിട്ട് മുകളിൽ കിടക്കാന്നുള്ളത്, അപ്പൊ അതും പേടിക്കേണ്ട കാര്യമാണല്ലേ? തീർച്ചയായിട്ടും. നമുക്ക് പാമ്പുകടി ഏറ്റാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്രധാനമായും നമുക്ക് അതിന്റെ വാക്സിൻ എവിടെയാണെന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ എന്തൊക്കെയായാലും ചേട്ടാ, അപ്പൊ ഇതിങ്ങനെ തുടർന്ന് പോകാൻ തന്നെയുള്ള തീരുമാനമാണ്? വേറെ എന്താ ജോലി ഇത് കൂടാതെ വേറെ എന്തെങ്കിലും ഉണ്ട്? ഞാനൊരു മത്സ്യത്തിന്റെ ഫാമാണ്. അപ്പം ഈ ജീവജാലങ്ങളുമായിട്ടുള്ള താല്പര്യം പണ്ട് മുതലേ ഉള്ള ആണ്. അപ്പൊ അത് എന്തെങ്കിലും സാമൂഹ്യ സേവനത്തിന്റെ കൂടെ അതുകൂടി ചേർത്ത് കൊണ്ടുപിടിച്ച് പോവുകയാണ് അല്ലേ?
ഓക്കെ, അപ്പൊ എന്തൊക്കെയായാലും ഇവിടെ സന്ദീപേട്ടനെ നമ്മൾ പരിചയപ്പെട്ടു. അദ്ദേഹം അത്തോളി പഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് തന്നെയാണ് അതേ പ്രകാരം അതായത് നിരവധി ആളുകളിൽ നിന്ന് ഈ പാമ്പുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കോളുകൾ വരികയും അത് കാരണം ഈ ഫോറസ്റ്റിൽ നിന്നൊക്കെ ആളിലെത്താനുള്ള സാവകാശം ഒത്തിരി എടുക്കുന്നതുകൊണ്ട് അദ്ദേഹം തന്നെ പാമ്പിനെ പിടിക്കാനുള്ള ചുമതല ഏറ്റെടുക്കുകയായിരുന്നു. ഇത്തരത്തിൽ ഫോറസ്റ്റിന്റെ ലൈസൻസ് ഉള്ള ഒരു പാമ്പ് പിടുത്തക്കാരനാണ് ഇപ്പോൾ നിലവിൽ. അപ്പൊ അങ്ങനെ ജനങ്ങൾക്കൊരു വലിയ ആശ്വാസമായി മാറി, ജനങ്ങളുടെ ഭയം ദൂരീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇത്തരത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു ജനസേവകനായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ വർഷം വരെ ആ പഞ്ചായത്തിലെ വാർഡ് മെമ്പറും വൈസ് പ്രസിഡന്റും ആയിരുന്നുള്ളതാണ്. എന്തൊക്കെയായാലും നമ്മൾ ഈ പറഞ്ഞ പോലെ പാമ്പുകളുടെ കേസുകൾ വല്ലാതെ കൂടി വരികയാണ്. അദ്ദേഹം പറഞ്ഞ പോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പം വീടിന്റെ മുകൾ നിലയിലാണെങ്കിലും നമ്മുടെ ശ്രദ്ധയിൽ യാതൊരു ഉപേക്ഷയും വരുത്തരുന്നുള്ളതാണ് ഇപ്പം സന്ദീപേട്ടൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമ്മുടെ പ്രേക്ഷകർ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കോഴിക്കോട് നിന്ന് നിഖിൽ കക്കാടത്ത്, മറുനാടൻ മലയാളി.